ലോഗിൻ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വേരുകളിൽ ശില്പങ്ങൾ തീർത്ത കോഴിക്കോട് കുന്നമംഗലം സ്വദേശി മുഹമ്മദ് റിയാസ്. എറണാകുളം ദർബാർ ഹാളിലെ ഗോഡ്സ് ഓൺ കൺട്രി പ്രദർശനം ശ്രദ്ധേയമാകുന്നു. ലോക നൃത്തരംഗത്ത് മലയാളി വിസ്മയം. ഭരതനാട്യത്തിൽ വൈഭവം കാട്ടി സിംഗപ്പൂരിൽ സ്ഥിരതാമസക്കാരനായ നിവിൻ നിഷാൽ. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം 3 പേർക്ക്. മാർട്ടിൻ കാർപ്ലസും മിഷേൽ ലെവിറ്റും എരെ വാർഷലും നോബൽ സമ്മാനം പങ്കിട്ടു. പുരസ്കാരം സങ്കീർണമായ രാസപ്രവർത്തനങ്ങളുടെ വിവിധ ഘട്ട മാതൃകകൾ വികസിപ്പിച്ചതിന്. CNG ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യ ടാറ്റ നാനോ ഇമാക്സ് വിപണിയിൽ. വില 2.72 ലക്ഷം രൂപ വരെ. ഈ വർഷത്തെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം 3 പേർക്ക്. മാർട്ടിൻ കാർപ്ലസ്, മിഷേൽ ലെവിറ്റ്, എരെ വാർഷൽ എന്നിവരാണ് നോബൽ സമ്മാനം പങ്കിട്ടത്. സങ്കീർണമായ രാസപ്രവർത്തനങ്ങളുടെ വിവിധ ഘട്ടങ്ങളിലെ മാതൃകകൾ വികസിപ്പിച്ചതിനാണ് പുരസ്കാരം. രാസപ്രക്രിയകളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും ഇവരുടെ കണ്ടുപിടുത്തം സഹായകമാകും. ഇലകളിലെ പ്രകാശ സംശ്ലേഷണം, രാസത്വരകങ്ങളുടെ പ്രവർത്തനം ഇവയെല്ലാം ആഴത്തിൽ മനസ്സിലാക്കാൻ പുതിയ കണ്ടുപിടുത്തം പ്രയോജനപ്പെടുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തൽ. വേരുകളിൽ വേറിട്ട ശില്പങ്ങൾ തീർത്ത് ശ്രദ്ധേയനാകുകയാണ് കോഴിക്കോട് കുന്നമംഗലം സ്വദേശി മുഹമ്മദ് റിയാസ്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേരിൽ എറണാകുളം ദർബാർ ഹാളിൽ വേരുകളിലെ ശില്പങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുകയാണ് റിയാസ്. രണ്ടര വർഷത്തോളം വേരുകൾ തേടി പലയിടത്തും അലഞ്ഞു. അങ്ങനെ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്ന് ശേഖരിച്ച 12 വേരുകളാണ് മുഹമ്മദ് റിയാസ് ആരെയും വിസ്മയിപ്പിക്കുന്ന ശില്പങ്ങളാക്കി മാറ്റിയത്. 30-40 വർഷത്തിലധികം പഴക്കമുള്ള തേക്കിന്റെയും ഈട്ടിയുടെയും വേരുകളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്.